ആചാര്യശേഷി ഭാഗം 3. ജ്ഞാനത്തിലേക്കും അതുവഴി പൂർണ്ണതയിലേക്കും എത്തുന്നതിനായി വിനിയോഗിക്കപ്പെടാതെ കേവല ഭൗതിക സുഖങ്ങൾക്കായി മാത്രം ഉപയോഗിക്കപ്പെടുന്ന ജീവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന പുണ്യത്തെ പ്രകൃതിയിലൂടെ കാലം പരിവർത്തനം ചെയ്ത് ജ്ഞാനമാക്കി മാറ്റുന്ന അനിവാര്യമായ പ്രക്രിയ ആരംഭിക്കുന്നു എന്ന് വരുമ്പോൾ സുഖലോലുപതയിലൂടെ സഞ്ചരിക്കുന്ന ജീവന് മുമ്പെന്ന പോലെ ഭൗതിക ലക്ഷ്യം പ്രാപ്യമാവും വിധമുള്ള പ്രവർത്തനശേഷിയും ആസ്വാദ്യതരമായ അനുഭവങ്ങളും ഇല്ലാതായി വരികയും അങ്ങനെ സംഭവിക്കുന്നതായി അറിയുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടാവുന്നു. ജ്ഞാനമണ്ഡലത്തിലേക്ക് പ്രവേശിക്കുന്ന ജീവനിൽ ഉണ്ടാവേണ്ട അനിവാര്യമായ പരിവർത്തനം എന്ന നിലയിൽ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുന്നതിലൂടെ സംഭവിക്കുന്ന അനിശ്ചിതത്വത്തിൻ്റെതായ അവസ്ഥ എന്നത് വാസ്തവത്തിൽ ജീവന്റെ പുണ്യക്കുറവ് അഥവാ നന്മയില്ലായ്ക കാരണമായി സംഭവിക്കുന്ന ദുരനുഭവങ്ങൾക്ക് തുല്യമായ സൂക്ഷ്മ ഫലങ്ങളെയല്ല ജീവനിൽ നിക്ഷിപ്തമാക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അറിവിൻ്റെ അന്തിമഭാവമായ ജ്ഞാനത്തിലേക്ക് അഥവാ കാരണോർജം എന്നുള്ള ശേഷിയിലേക്ക് കടക്കേണ്ടുന്നതായ കാലത്ത് ജീവനിൽ നിക്ഷിപ്തമായിട്ടുള്ള സകലവിധമായ ഊർജ ശേഖരവും ജ്ഞാനം എന്ന പരിവർത്തനത്തിനായി വിനിയോഗിക്കപ്പെടുന്നത് നിമിത്തം എല്ലാ തരത്തിലുമുള്ള സുഖാനുഭവങ്ങളും നഷ്ടമാവുകയും ശേഷികൾ എന്നത് ജ്ഞാനമായി മാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അറിവോളം പ്രാപിക്കാത്ത ജീവന് മനസ്സിലാക്കാൻ ആവുന്നുമില്ലെന്ന് വരുന്നു. സൗഭാഗ്യങ്ങൾക്കായി വിനിയോഗിക്കപ്പെട്ടിരുന്ന പ്രവർത്തനോർജം ജ്ഞാനമായി പരിവർത്തിതമാവുന്ന അതികഠിനമായ അനുഭവങ്ങൾ നിമിത്തം ജീവന് തീവ്ര ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായ അവസ്ഥ വന്നു ചേരുകയും ചെയ്യുന്നു. ദുഷ്കർമ്മങ്ങൾ കാരണമായി ജീവനിൽ നിറയുന്ന പാപശക്തി നിമിത്തമുള്ള അനുഭവഗതി എന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രകടമാകുന്നത് രോഗങ്ങളായോ മാനസിക വിഭ്രാന്തിയായോ അംഗവൈകല്യങ്ങളായോ ഒക്കെയാണ്. സുഖകരമായ ജീവിതം എന്ന പുണ്യാനുഭവത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്ന ജീവനാകട്ടെ അറിവും പ്രവർത്തനത്തിൽ നന്മയും ഉള്ളതായിരിക്കുന്നതിനൊപ്പം അനുഭവഗുണമില്ലാത്ത വിധത്തിലും മാനസിക പീഡനം അനുഭവിക്കുന്ന അവസ്ഥയിലും കഷ്ടപ്പെടേണ്ടി വരുന്നു. ജീവിതലക്ഷ്യം എന്ന സാമൂഹികമായ അറിവ് വെച്ച് കാണാനാവുന്ന സുഖജീവിതത്തിന് പ്രാപ്തമാവുന്നില്ലാത്തതുകൊണ്ട് പുണ്യത്തിനു സംഭവിക്കുന്ന ജ്ഞാനതരമായ പരിവർത്തനം എന്നതായി വേദനകളുടെ സങ്കീർണ പഥങ്ങൾ കടന്നു പോകുന്ന ജീവനെ മറ്റു ജീവനുകളും മനസ്സുകളും ദുഷിച്ചുകൊണ്ടിരിക്കുകയും മനസ്സുകളിലേക്ക് പകർന്നു നിന്ന് പ്രവർത്തിക്കുന്നതാകൊണ്ട് അധികമായ പീഡനങ്ങൾ മാനസികമായി തന്നെ അനുഭവിക്കേണ്ടതായി വരികയും ചെയ്യുന്നു. ജ്ഞാനത്തിലേക്കും കാരണശേഷി എന്ന അധികാര അവകാശങ്ങളാവുന്ന ലക്ഷ്യത്തിലേക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതും എന്നാൽ പൂർണ്ണത പ്രാപിക്കാത്തത് കൊണ്ടുതന്നെ കാര്യങ്ങൾ തിരിച്ചറിയാൻ പ്രാപ്തി ഇല്ലാതിരിക്കുന്നതുമായ ജീവനും മനസ്സിനും അത്യധികമായ പീഡനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ജീവന്റെ ഗുണനിലവാരം കൊണ്ട് സാധ്യമാവുന്ന വിചാരപരമായ അധിക ശേഷി ആർജിച്ചു നിൽക്കുന്ന ഒരവസ്ഥയ്ക്കല്ലാതെ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിച്ചു തുടങ്ങുക അസാധ്യമായതുകൊണ്ട് സാമൂഹികമായ ഔന്നത്യത്തിന്റെ അവസ്ഥയിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോകുന്നതിനെ സംബന്ധിച്ച് ഉണ്ടാവുന്ന വേദന അധോഗതിയിലുള്ള ചിന്തകളും പദ്ധതികളുമായി നിലകൊള്ളുന്ന ജീവനുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിതീവ്രം ആയിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സാധാരണമാംവിധം താഴേക്കിടയിലുള്ള ജീവനുകൾക്ക് ലഭ്യമാവുന്ന അനുഭവഗതിയിലൂടെ കടന്നു പോകുന്നതും എന്നാൽ ശേഷി കൂടിയതും ചിന്താവൈഭവം ഏറിയതുമെങ്കിലും പൂർണ്ണതയോളം എത്താത്ത ജീവനുകൾക്ക് അത്യധികമായ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടതായി വരുന്നു. ജീവൻ പരിവർത്തനതരമായ സങ്കീർണതകളിൽ കൂടി കടന്നുപോകുന്ന കാലത്ത് തന്നെ ശേഷി വിനിയോഗം നിമിത്തം ദുഷ്ടശക്തി ആർജിച്ചിരിക്കുന്ന പ്രകൃതിലയന്മാരായ ജീവനുകൾ പ്രതിസന്ധികളിലൂടെ മുന്നേറുന്ന ജീവനെ നശിപ്പിക്കാൻ പലവിധത്തിൽ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് വരുമ്പോൾ ജീവിതം അത്യന്ത പീഡനം ആയിത്തീരുന്ന സ്ഥിതിയുണ്ടാവുന്നു.
സുഖ സൗഭാഗ്യങ്ങൾക്ക് കാരണമാകും വിധം ജീവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന പുണ്യം എന്ന ഊർജം അത്രയും പരിവർത്തിതമായി ഭൗതിക നേട്ടങ്ങളാകുന്ന യാതൊന്നുമില്ലാതായി തീരുന്ന അവസ്ഥയിൽ ജീവനിൽ നിക്ഷിപ്തമാവുന്നത് ജ്ഞാനവും സങ്കല്പശേഷിയും കാരണോർജവുമായ ആചാര്യശേഷി എന്നത് മാത്രമായിരിക്കുകയും ചെയ്യുന്നു. പുണ്യം അപ്പാടെ പരിവർത്തിതമായി ജ്ഞാനമായി മാറുന്നതോടെ ആചാര്യൻ എന്ന അവസ്ഥയിൽ എത്തുന്ന ജീവൻ നിർധനനും പ്രത്യക്ഷമായി ഭൗതികതയ്ക്ക് മേൽ അവകാശമില്ലാത്തവനും എന്നാൽ ജീവശേഷി നിക്ഷിപ്തമായ കാരണോർജം ആയി തീർന്നിരിക്കുന്നതുകൊണ്ട് തന്റെ ശേഷിക്ക് കീഴിലുള്ള എന്തിനും സങ്കല്പതരമായി തന്നെ ശക്തി പകരുന്നതിനും മാർഗം വ്യക്തമായി കാണിച്ചു കൊടുക്കുന്നതിനും കഴിയുന്ന അവസ്ഥയിൽ ആയിത്തീരുകയും ചെയ്യുന്നു. ആചാര്യന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന അറിവാകുന്ന കാരണോർജം എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നും ആകുന്നത് കൊണ്ട് തീർച്ചയായും ഫലവത്ത് ആയി വരികയും ചെയ്യുന്നു. ജീവനിൽ കാരണോർജം എന്ന നിലയിലുള്ള ശേഷിവിശേഷങ്ങളല്ലാതെ മറ്റൊന്നില്ലാത്തതുകൊണ്ട് ആചാര്യന്റെ വാക്കും പ്രവൃത്തിയും ചിന്തയുമെല്ലാം സ്വാഭാവികതയോടെ സംഭവിക്കുന്ന സത്യം തന്നെയുമായിരിക്കും. ആചാര്യൻ എന്ന ജീവന്റെ ഉന്നതമായ അവസ്ഥയെ താഴേക്കിടയിലുള്ള അവസ്ഥകൾക്ക് സ്വന്തം ജീവന്റെ വികാസത്തിനും ഉന്നതിക്കുമായി വിശ്വസിക്കാവുന്നതും അനുകരിക്കാവുന്നതും നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കാവുന്നതും ആയിത്തീരുന്നു. വിചാരം കൊണ്ടും കർമ്മമാർഗത്തിലും ലക്ഷ്യത്തിലും ആചാര്യനെ പിൻപറ്റുക വഴി വരും കാലങ്ങൾക്കും തലമുറകൾക്കും ഗുണകരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്യുന്നു. കാരണോർജമായി നിലകൊള്ളുന്ന ആചാര്യന്റെ വചനങ്ങൾ വിശ്വസിച്ചും നിർദ്ദേശങ്ങൾ പാലിച്ചും ജന്മാന്തരങ്ങളിലൂടെ തലമുറകൾ കടന്നു വരുന്നതിനൊപ്പം പുണ്യമാർജിക്കുന്ന ജീവനുകളാണ് വിദ്യയും ധനവും അധികാരവുമായി ലോകത്തെ നിയന്ത്രിക്കുന്നതിന് അവകാശികളായി പ്രാപ്തരായി വരുന്നത്. പ്രത്യക്ഷത്തിൽ ദരിദ്രൻ എന്നു തോന്നാവുന്ന ആചാര്യൻ ഏതോ ജന്മങ്ങളിലായി അനുഭവിച്ച് കടന്നുപോന്ന സുഖ സൗഭാഗ്യങ്ങൾക്ക് ആചാര്യശേഷിയോളം എത്താത്ത പിന്തുടർച്ചക്കാർ അവകാശികളായി തീരുന്നു എന്നതായാണ് ആചാര്യനെ പിന്തുടരുന്നവർക്ക് ലഭ്യമാവുന്ന ഭൗതിക സൗഭാഗ്യങ്ങളെ കാണേണ്ടിയിരിക്കുന്നത്. ലോകത്ത് ഇന്ന് കാണുന്ന പ്രമുഖമായ ഗുരുപരമ്പരകളെല്ലാം സമ്പത്തും ശാസ്ത്രവും അധികാരവുമായി ഉയർന്ന ജീവിത നിലവാരമെത്തിയത് മുൻപറഞ്ഞ വിധത്തിൽ ആയിരിക്കുകയും ചെയ്യുന്നു. ശരീരം എന്ന സ്ഥൂലപ്രവർത്തനം ഒഴിച്ചാൽ സ്ഥൂലമായതിൻ്റെ മേലുള്ള പ്രവർത്തനതരമായ യാതൊരു അവകാശവും ജീവനിലില്ലാത്തതും കാരണ സൂക്ഷ്മ നിക്ഷിപ്താവസ്ഥകൾ കൊണ്ട് പൂരിതവുമായ ആചാര്യ ജീവന് പ്രപഞ്ചത്തിന്റെ ലയനാത്മകമായ പലവിധ സൂക്ഷ്മ നിക്ഷിപ്താവസ്ഥകളെയും ശേഷികളെയും നേരിൽ കാണുന്നതിനും അവയൊക്കെ എങ്ങനെ സംഭവിച്ചുവെന്ന് ബോധ്യപ്പെടുന്നതിനും മറ്റു ജീവനുകൾക്ക് പറഞ്ഞുകൊടുക്കുന്നതിനും ശേഷിയുണ്ടാവുന്നു. സാധാരണ മനുഷ്യജീവിതത്തിൽ തന്നെ ഒരു ജീവൻ നിൽക്കുന്നയിടത്തെ കാഴ്ചകൾ ശേഷിക്കും അറിവിനുമൊത്ത് അത്രത്തോളം എത്താത്തവർക്ക് വിവരിച്ചു കൊടുക്കുന്നതും കണ്ടിട്ടില്ലാത്തവർ അത്ഭുതത്തോടെ ഇരിക്കുന്നതുമായ അവസ്ഥയുടെ സൂക്ഷ്മതരമായ വികസിത ഭാവം തന്നെയാണ് ആചാര്യന് സാധ്യമാവുന്ന സൂക്ഷ്മ ലോക വിവരണം എന്നത്. ഭൗതിക ലക്ഷ്യങ്ങൾ വെച്ചുള്ള പ്രവർത്തനങ്ങളിലേർപ്പെട്ടു നിൽക്കുന്ന സാധാരണ ജീവശേഷികൾക്ക് പോലും ഭൂമിയിലെ ദൃശ്യവും ശ്രാവ്യവുമായ അനുഭവങ്ങളെ പല വിധത്തിലായാണ് ആസ്വദിക്കാനും വിലയിരുത്താനും മനസ്സിലാക്കാനും കഴിയുന്നത്. ഭൂമിയിലെ സ്ഥൂലതരമായ അനുഭവ വഴികൾ കടന്നു നിൽക്കുന്ന ആചാര്യൻ എന്ന ജീവശേഷിക്ക് നിക്ഷിപ്തമായ സൂക്ഷ്മ സങ്കീർണതകൾക്ക് ഒത്തവിധം സൂക്ഷ്മതരമായി നിലകൊള്ളുന്ന വിശേഷങ്ങളെ ദർശിക്കുന്നതിനും മിക്കപ്പോഴും അവയുമായി സംവദിക്കുന്നതിനും ശരീരം എന്ന പ്രവർത്തനം ഉള്ളത് നിമിത്തമായി ആ അനുഭവങ്ങൾ സാധാരണ ജീവനുകൾക്ക് പറഞ്ഞുകൊടുക്കുന്നതിനും സാധ്യമായി തീരുന്നു. ആചാര്യ പദവിയോളം എത്തുന്ന ധന്യജീവനുകൾ സൂക്ഷ്മ ലോകത്തെ ദർശിക്കുന്നതിനും വാക്കുകൾ സൂക്ഷ്മതരമായി കേൾക്കുന്നതിനും ആ അനുഭവങ്ങൾ സാധാരണ ജീവനുകളിൽ എത്തിക്കുന്നതിന് കഴിയുന്നതും കാരണമായി
അത്ഭുത ശക്തിയുള്ള സിദ്ധനോ പ്രവാചകനോ ഗുരുവോ ഒക്കെയായി പ്രശസ്തരും ആരാധ്യരുമായി തീരുന്ന സ്ഥിതിയുണ്ടാവുന്നു. സ്ഥൂലാവസ്ഥകളിൽ ജീവൻ നിലകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഭൂമിയിലെ സമ്പത്തിന്റെ വൈവിധ്യം ഓരോരുത്തർക്കും ജീവശേഷിക്ക് ആനുപാതികമായി ഓരോ അളവിൽ അനുഭവപ്പെടുന്നത് പോലെ തന്നെ സൂക്ഷ്മ ശേഷി ആർജിക്കുന്ന ഓരോ ആചാര്യനും ഓരോ തരം ശേഷി ഉൾക്കൊണ്ടു നിൽക്കുന്നു എന്നും മനസ്സിലാക്കാനാവുന്നു. ആചാര്യശേഷികളിലെ വ്യത്യസ്തതകളും വൈവിധ്യങ്ങളും ആചാര്യന്റെ ലക്ഷ്യങ്ങളെയും വിവരണങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും വിശകലനം നടത്തുകയും ചെയ്യുന്നതിലൂടെ സാധാരണ ജീവനുകളിലെ ഉയർന്ന ചിലർക്കെങ്കിലും ബോധ്യപ്പെടാൻ ആവുന്നതുമാണ്. ഓരോ ആചാര്യനും തനതായ വ്യത്യസ്തതയോടെ ശേഷി ആർജിച്ചിരിക്കുന്നതിനാൽ തന്നെ ആചാര്യന്മാരെല്ലാം ഒരേപോലെ നന്മയാൽ വിളങ്ങുന്നവർ ആവുന്നുമില്ല. സൂക്ഷ്മതരമായ ഉന്നതശേഷി ആർജിച്ചിരിക്കുന്ന ഓരോ ജീവനും അവിധത്തിൽ ശേഷി ആർജിക്കുന്നതിനായി ജന്മാന്തരങ്ങൾ കടന്നുപോകുന്ന ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ചിട്ടുള്ളവരും ഭൗതിക സുഖങ്ങൾ വിട്ടകലുന്ന ത്യാഗവഴികളിലൂടെ സഞ്ചരിച്ചിട്ടുള്ളവരും തന്നെയാകുന്നു. ബുദ്ധന്റെയും യേശുവിന്റെയും തപോധനന്മാരായ ഭാരതീയ ആചാര്യന്മാരുടെയുമെല്ലാം വിവരണങ്ങളിൽ നിന്ന് ജീവൻ ത്യാഗവഴികൾ താണ്ടി ശേഷി ആർജിക്കുന്നതിനെ സംബന്ധിക്കുന്ന ധാരാളമായ തെളിവുകൾ ലഭിക്കുകയും ചെയ്യുന്നു. സൂക്ഷ്മതലങ്ങളിൽ നിലകൊണ്ട് മനുഷ്യജീവനുകളെ യഥാർത്ഥ വഴിയിലേക്ക് നയിക്കുന്നതും നശിപ്പിക്കാൻ ശ്രമിക്കുന്നതുമായ വിവിധ തരമായ ശക്തികളെക്കുറിച്ച് മുൻപറഞ്ഞ ധന്യാത്മാക്കൾക്ക് വിവരിക്കാൻ സാധിച്ചത് സൂക്ഷ്മദർശനം സാധ്യമാകുന്ന ശേഷി നിമിത്തം ആയിരുന്നു.